ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മത്തിരുനാളിനോടനുബന്ധിച്ചുള്ള 8 നോമ്പിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 5-ാം ദിവസമായി ഇന്ന് ആദ്യത്തെ സഞ്ചരിക്കുന്ന സക്രാരിയായ പരിശുദ്ധ അമ്മയോടുകൂടെ കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാം. ബാല്യകാലം മുതൽ ദേവാലയത്തിൽ ജീവിച്ച മറിയം ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലുമാണ് വളർന്നു വന്നത്. ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുവിഷ്ടത്തിന് വിട്ടുകൊടുത്തു. കാലത്തിൻ്റെ തികവിൽ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നൽകുവാനായി ദൈവപിതാവ് മറിയത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവപുത്രൻ്റെ അമ്മയായി. സ്ത്രീവംശത്തിൻ്റെ ശാപത്തിനും പാപം ലോകത്തിലേക്ക് കടന്നു വരുന്നതിനും ഹൗവ കാരണമായെങ്കിൽ ആ ശാപം മാറ്റി ലോകത്തിന് അനുഗ്രഹം നൽകുവാൻ വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവകുമാരന് ജന്മം നൽകുക വഴി കന്യാമറിയം സ്ത്രീകളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതയായി മാറി. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് കന്യാമറിയത്തെ വിളിച്ചത് ഗബ്രിയേൽ മാലാഖയും എലിസബത്തുമാണ്. അക്കാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന എന്നാൽ 20 വർഷമായി മക്കളില്ലാതിരുന്ന ജോവാക്കിമും അന്നയുമായിരുന്നു മറിയത്തിൻ്റെ മാതാപിതാക്കൾ. മക്കൾ ജനിക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിലാണ് എല്ലാവരും അതിനെ കണ്ടിരുന്നത്. 40 രാവും 40 പകലും നീണ്ട പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ പരിശുദ്ധ അമ്മയ്ക്കാണ് ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ ദൗത്യം നൽകിയത്. ലൂക്ക 1:28 ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് ദൈവദൂതനാൽ അഭിസംബോധന ചെയ്യപ്പെട്ട കന്യാമറിയത്തെ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ ഏകപുത്രൻ്റെ അമ്മയാകുവാനുള്ള വലിയ രക്ഷാകര പദ്ധതി അവളെ അറിയിക്കുവാനാണ്. മറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ പ്രസാദവരങ്ങളുടെയും മകുടമാണ് അവളുടെ ദൈവമാതൃത്വം. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച കന്യകാമറിയത്തിനെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് വിശേഷിപ്പിച്ചു. പരിശുദ്ധ മറിയം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ മാതാവാകുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും ലഭിക്കുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മ എന്നാണ് മാർ അപ്രേം മാതാവിനെ വിശേഷിപ്പിച്ചത്. ഇതാ നിന്റെ അമ്മയെന്ന് യേശുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞത് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അങ്ങനെ പരിശുദ്ധ കന്യാമറിയം നമ്മുടെ എല്ലാവരുടെയും അമ്മയായി. തൻ്റെ അമ്മയെ പ്രിയ ശിഷ്യനായ യോഹന്നാന് ഏൽപ്പിച്ച ആ സമയം മുതൽ ആ ശിഷ്യൻ പരിശുദ്ധ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയം സഭയുടെ മാതാവായി. AD 431 എഫേസൂസ് സൂനകദോസ് കന്യകാമാതാവിനെ ദൈവമാതാവ് എന്ന് വിളിക്കണം എന്ന് തീരുമാനിച്ചു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുൻപിൽ ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ സന്ദേശവുമായി വന്നപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എളിമപ്പെടുത്തി ദൈവാത്മാവ് വസിക്കുന്ന ഒരു കൂടാരമായി തീർന്നു. ദൈവകൃപ നിറഞ്ഞവരായി നാം ജീവിക്കുമ്പോഴാണ് നമ്മിലെ ദൈവത്തിൻ്റെ തേജസ് അനേകരിലേക്ക് ആത്മീയ നീരുറവയായി ഒഴുകിയിറങ്ങുന്നത്. ദേവാലയത്തിൽ വളർന്ന മറിയം തൻ്റെ പുത്രനെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവഹിത പൂർത്തീകരണത്തിനായി വിട്ടുകൊടുത്തതുപോലെ നമുക്കും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവഹിതത്തിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയെ നിന്ദിക്കുകയും മറക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പരിഹാരമായും പരിശുദ്ധ അമ്മയെ നമുക്ക് ലഭിച്ചതിനാലും പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായും നമ്മുടെ കുടുംബങ്ങളെ മാതാവിന് സമർപ്പിച്ചും അമ്മയുടെ തീർത്ഥാടനാലയങ്ങൾ സന്ദർശിച്ചും നമുക്ക് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കാം. പരിശുദ്ധ മാതാവിൻ്റെ ജന്മദിനം ലോകത്തിൻ്റെ മുഴുവൻ പ്രത്യാശയായും രക്ഷയുടെ വെളിച്ചമായും വിശേഷിപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും സംരക്ഷണവും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.